ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്. ആദ്യഘട്ട പ്രചരണം പൂർത്തിയായപ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ. ആളുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന്, എറണാകുളം ഇത്തവണ മാറി ചിന്തിക്കുമെന്നും ഷൈൻ ടീച്ചർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ശക്തമായി തന്നെ തുടരുകയാണ്. എറണാകുളത്ത് LDFന്റെ സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറാണ് ഈ പ്രചാരണ രംഗത്ത് സജീവ. ടീച്ചറെ, ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു, ഒപ്പം പ്രചാരണ രംഗത്തേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ഒരു 2-3 തലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ? അതെ, നല്ല രീതിയിൽ പോകുന്നു. മാഷേ, ഷൈൻ ടീച്ചറാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ചുറ്റികരിവാള നക്ഷത്ര അടയാളം. വോട്ട് ചെയ്യണേ, സഹായിക്കണേ, സ്റ്റാഫിൽ പറയണേ. ഓക്കെ. അപ്പോ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം വളരെ മികച്ച രീതിയിൽ യാതൊരു അപശബ്ദങ്ങളും ഇല്ലാതെ LDF 20 സ്ഥാനാർത്ഥികളെ കേരളത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി എറണാകുളത്തും ഞങ്ങൾ നേരത്തെ തന്നെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു. ഏതാണ്ട് ഈ മണ്ഡലത്തിന്റെ 7 നിയമസഭാ മണ്ഡലത്തിനകത്തും ഒരു റൌണ്ട് കഴിഞ്ഞു, 2ാം റൌണ്ട് പോകുന്നു. ഇനി വിട്ടുപോയ സ്ഥലങ്ങളിൽ കാണാൻ പോകുന്നു. നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ 2-3 പ്രത്യേകതകൾ കൂടിയുണ്ട്. ഒന്ന്, ഒരു വനിതാ പ്രതിനിധിയാണ്. നമുക്ക് ഇത്തവണ വനിതാ ബില്ലൊക്കെ പാസ്സായ ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ വളരെ പ്രാധാന്യമുണ്ട് അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തന്നെ. ഒപ്പം കഴിഞ്ഞ തവണയൊക്കെ വലിയ രീതിയിലുള്ള ഇടത് തരംഗം ഉണ്ടായപ്പോഴും എറണാകുളം ജില്ല UDFനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഉയർന്നു വന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ടീച്ചറിന്റെ ഒരു പ്രതീക്ഷ? ഇടതിന് അത്രമാത്രം വേരോട്ടം ഇല്ലാത്തൊരു മണ്ണാണല്ലോ, തുടങ്ങിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രചാരണ പരിപാടികൾക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് അങ്ങനെ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ് അതിൽ നിന്ന്? അതെ, ഒരു കൺവെൻഷനലായിട്ട് നമ്മുടെ ഒരു രീതിയുണ്ട്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ധ്രുവീകരണം ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെമ്പാടും അങ്ങനെയുണ്ട്. പക്ഷെ നിലവിൽ ആ സാഹചര്യം മാറുന്ന ഒരു ഇതാണ്. ഇപ്പോ ആ ചരിത്രം തിരുത്തിക്കൊണ്ട് 2ാം വട്ടവും ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അടയാളമാണ്. ആ മാറ്റം എല്ലാ മണ്ഡലങ്ങളിലേക്കും വരും. അല്പം പ്രയാസം എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ അതും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വട്ടിയൂർക്കാവ്, അതുപോലെ നിലമ്പൂര്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന മണ്ഡലങ്ങൾ, ഇവിടെയൊക്കെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്തത്ര മാറ്റം അത് ഇവിടെ സംഭവിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നാണ് ഈ മണ്ഡലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു വനിതാ പ്രാതിനിധ്യം അത് എത്രമാത്രം ഗുണകരമാകുന്നുണ്ട്? അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചപ്പോൾ പോലും കൂടുതൽ വനിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടത്. അതെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകൾ, വോട്ടർമാരിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകൾ. പക്ഷേ നിയമനിർമ്മാണ രംഗത്ത് അവരുടെ ശബ്ദം നിശബ്ദമാണ്. അപ്പൊ അത് പോരാ, ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന് സ്ത്രീ വോട്ടർമാർ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുക്കുന്നു വളരെ പ്രസക്തമാണ്. സ്ത്രീ വോട്ടർമാർ വളരെ ശ്രദ്ധിക്കും. അതിൽ LDFന് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ. ടീച്ചർ കൂടുതലായിട്ടും ഈ പ്രചാരണ പരിപാടികൾ നമ്മൾ ശ്രദ്ധിച്ചത് എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് എത്തുന്ന, ഒപ്പം തന്നെ കൂടുതലായി സ്കൂളുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ചിട്ടാണ്. അത് ഈ ടീച്ചർ എന്ന നിലയിലുള്ള ആ ഒരു സ്ഥാനം കൊണ്ടാണോ? എന്റെ വളർച്ചയിൽ എന്നെ വളരാൻ സഹായിച്ചൊരു തട്ടകം എന്റെ സ്കൂളും എന്റെ കുട്ടികളുമാണ്. അപ്പോ ആ ഒരു പ്രചോദനം എനിക്ക് ഇവിടെ നിന്ന് ഈ ഇതിൽ വരുമ്പോ, ഒരു പരൽമീനെ പിടിച്ച് കരയിൽ കിടക്കുന്ന ഒരു പരൽമീനെ ഒരു വെള്ളത്തിലിട്ടാൽ എങ്ങനെയാണ്, ആ ഒരു പ്രസരിപ്പ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ചൂടിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ സ്കൂളുകൾ, കോളേജുകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുള്ള വോട്ട് തേടലുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ രാവിലെ മുതൽ തന്നെ ഈ പ്രചാരണ പരിപാടികളിലേക്ക് സജീവമായിട്ടുണ്ട്. ഒരു തവണ മണ്ഡലത്തിൽ ഏതാണ്ട് പര്യടനം പൂർത്തിയാക്കി 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മുന്നേറ്റം അത് വിജയത്തിൽ നിർണായകമാകുമെന്ന് തന്നെയുള്ള വിലയിരുത്തലാണ് ഷൈൻ ടീച്ചറിനൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമുള്ളത്. രഞ്ജിത്തിനൊപ്പം എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി. കോഴിക്കോട് ജില്ലയിൽ